നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. LBSൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിയുമ്പോഴത്തേനും LBS സെൻറ്ററിൻ്റെ വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സൈഡ് ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ വരും. അതിൻ്റെ അകത്ത് BSc നഴ്സിംഗ് സെലക്ട് ചെയ്യുക, കോളേജസിൻ്റെ പേര് സെലക്ട് ചെയ്യുക. ഇപ്പം നമുക്ക് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമുക്ക് കോളേജിൻ്റെ ഓപ്ഷൻ്റെ അകത്ത് ഇങ്ങനെ ഒരുപാട് കോളേജുകളുടെ പേരുകൾ ഇങ്ങനെ നമുക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴത്തേനും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾക്ക് അപ്ലൈ ചെയ്ത കോളേജ് ഏതാണോ ആ കോളേജ് തന്നെ സെലക്ട് ചെയ്തിട്ട് അതിൽ എത്ര പേർക്ക് കിട്ടിയെന്ന് അറിയാൻ സാധിക്കും. ഉദാഹരണത്തിനായിട്ട് ഞാനിപ്പോൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുകയാണ്. ആ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തെ അനന്തപുരി കോളേജ് ഓഫ് നഴ്സിംഗ് ചാക്ക. അതാണ് നമുക്ക് നോക്കേണ്ടത്. ജസ്റ്റ് നോക്കിക്കഴിയുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് എത്ര വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടി എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അതിൻ്റെ അകത്ത് ആദ്യം തന്നെ കോളേജ് SL നമ്പറുണ്ട്, റാങ്ക് ലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ നമ്പറുണ്ട്, കുട്ടികളുടെ പേര്, സ്റ്റേറ്റ് മെറിറ്റ് ആണോ, ട്രയലിനകത്ത് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്, അതിൻ്റെ അകത്ത് കമ്മ്യൂണിറ്റി ബേസിലുള്ള റാങ്ക് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പരിശോധിക്കാൻ അറിയാൻ പറ്റും. ഇപ്പോൾ ഇത് ചെക്ക് ചെയ്യുമ്പോഴത്തിൻ്റെ അകത്ത് കോളേജിൽ ഇത്ര കുട്ടികൾ അവർക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടി. ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നത് എന്താണോ അത് തന്നെയായിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വരുന്നത്. ഇതിൻ്റെ അത് വലിയ ചേഞ്ചസ് എന്തായാലും വരാൻ പോകില്ല. നമുക്ക് അടുത്ത കോളേജ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജൂബിലി മിഷൻ തൃശ്ശൂർ കോളേജ് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. അവിടുത്തെ കോളേജിൽ എത്ര സീറ്റ് ഇൻടേക്കിലേക്ക് എത്ര പേരെ അഡ്മിഷന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പോൾ ജൂബിലി മിഷൻ്റെ കോളേജിൻ്റെ പേര് ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് പരിശോധിക്കുമ്പോൾ കുട്ടികളുടെ പേര് ഇതെല്ലാം നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാം നമുക്ക് പരിശോധിക്കാൻ പറ്റും. അതിൽ ടോട്ടൽ അലോട്ട് ചെയ്തേക്കണം 30 സീറ്റ് ഉണ്ട്. ആ 30 സീറ്റിലേക്ക് സീറ്റ് ഫില്ലായിട്ടുണ്ട്. നമുക്കിനി അടുത്ത കോളേജ് പരിശോധിക്കാൻ കോട്ടയത്തുള്ള നഴ്സിംഗ് കോളേജ് നമുക്ക് പരിശോധിക്കാം. കോട്ടയത്തുള്ള നഴ്സിംഗ് കോളേജിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം സീറ്റ് കൂടുതലുള്ള കോളേജാണ്. അത് പരിശോധിക്കുമ്പോഴത്തേനും ഏകദേശം ഒരു 75 സീറ്റോളം സീറ്റ് ഫില്ലായിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ട്രയലിൽ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് സീറ്റുകൾ കൂടെ മാത്രമേ ബാലൻസ് ഉള്ളൂ. അപ്പോൾ അത് തന്നെയായിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വരുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ ഈ ഒരു ലിസ്റ്റ് കാണും. ഇത് കൂടാതെ കുറച്ച് കുട്ടികൾക്കും കൂടെ അതിൻ്റെ അകത്ത് ഉണ്ടാവും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കോളേജും സീറ്റ് ഫില്ലാവാനുള്ള പോസിബിലിറ്റിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലിസ്റ്റ് പരിശോധിക്കുമ്പം ഓൾമോസ്റ്റ് വിദ്യാർത്ഥികൾക്ക് കിട്ടും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇൻടേക്ക് കോളേജിൻ്റെ സീറ്റ് എത്രയാണ്, അതിൽ എത്ര കുട്ടികൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ അവർക്ക് കിട്ടി എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ അത് പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇനി എത്ര സീറ്റിലേക്ക് ബാലൻസ് സീറ്റ് കിട്ടാനുണ്ട്. അതിൽ നമ്മുടെ വിദ്യാർത്ഥികൾ നമുക്ക് സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിലോ കമ്മ്യൂണിറ്റി റാങ്കിലോ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളോ കോളേജ് അഡ്മിഷനോ അല്ലെങ്കിൽ നഴ്സിംഗ് അഡ്മിഷനെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്